സാന്ദ്രാനന്ദാവബോധാത്മകമനുപമിതം കാലദേശാവധിഭ്യാം നിർമുക്തം നിത്യമുക്തം നിഗമശതസഹസ്രേണ നിർഭാസ്യമാനം അസ്പഷ്ടം ദൃഷ്ടമാത്രേ പുനരൊരു പുരുഷാർത്ഥാത്മകം ബ്രഹ്മതത്വം ദത്താവത് ഭാതി സാക്ഷാത് ഗുരുഭവനപുരേ ഹന്ത ഭാഗ്യം ജനാനാം. നമസ്കാരം. സനാതനധർമ്മ സംഹിതകളിലെ വിജ്ഞാനശകലങ്ങൾ പങ്കുവയ്ക്കുന്ന നാദശ്രീ ചാനലിൻ്റെ മറ്റൊരു ഭാഗത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഓർമ്മപ്പെടുത്തിക്കൊള്ളുന്നു. സഹകരിച്ചവർക്കെല്ലാം നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു. ശ്രീമൻ നാരായണീയത്തിൽ 64-ാമത്തെ ദശകം തുടങ്ങി 3 ശ്ലോകങ്ങളാണ് നമ്മൾ പറഞ്ഞു വെച്ചത്. മൂന്നാമത്തെ ശ്ലോകം തതോ അവമാനോദിത തത്വബോധ, അവമാനിക്കപ്പെട്ടു, മാനം പോയി, ഇതൊന്നും കളിക്കേണ്ട വസ്തുവല്ല എന്നും ആരോടാണ് കളിച്ചത് എന്നും ബോധ്യമായപ്പോൾ തൻ്റെ അഹങ്കാരവും അഭിമാനവും ഒക്കെ ഉണ്ട് പോയി. അതുവരെയല്ലേ ഉള്ളൂ. സുരാധിരാജസഹ ദിവ്യഗവ്യ കാമധേനുവിനെ കൊണ്ടുവന്നു. ഉപേത്യ തുട്ടാവസ നഷ്ടഗർവ, എല്ലാ അഹങ്കാരങ്ങളും ശമിച്ചു, ഭഗവാനെ സ്തുതിച്ചു. കിരീടം ഭഗവാന്റെ താമരപ്പൂ പോലെയുള്ള പാദത്തിൽ സ്പർശിക്കത്തക്ക വിധം സാഷ്ടാംഗം നമസ്കരിച്ച് ഭഗവാനോട് മാപ്പ് പറഞ്ഞ് സ്തുതിച്ചു. സ്നേഹസ്നുദയിത്വാം സുരഭിപ്പയോഭിർഗോവിന്ദനാമ അങ്കിതമഭ്യഷിഞ്ചത് ഐരാവതോപാഹൃത ദിവ്യഗംഗ പാദോപിരിന്ദ്രോപി ജാതഹർഷ. സുരഭി കാമധേനു, സ്നേഹസ്നുദൈ സ്നേഹത്താൽ ചുരന്ന ധാരാളം പാല് ഭഗവാന്റെ അടുത്ത് എത്തിയ പിന്നെ ചുരക്കാണ്ടോ അല്ല താമസവും. കാരണം എല്ലാ ജീവജാലങ്ങൾക്കും ഭഗവാന്റെ അടുത്ത് എത്തുമ്പോൾ ഒരു ആനന്ദം ഉണ്ടാവും. സഹജമാണ്. ഏതിൽ നിന്ന് നമ്മൾ പോന്നോ അവിടെ തിരിച്ചെത്തുക എന്ന് പറയുമ്പോഴേ, അപ്പോൾ ഈ കാമധേനുവിൻ്റെയും ഒരു തരത്തിൽ റൂട്ടാണല്ലോ ഭഗവാൻ, മൂലമാണ്. ഭഗവാന്റെ അടുത്തെത്തിയപ്പോൾ ഒരു ആത്മാനന്ദം, ആ സന്തോഷം ഉണ്ടാകുമ്പോഴാണ് പശുക്കൾ പാല് ചുരത്തുക. ഭഗവാന്റെ അടുത്തെത്തിയപ്പോൾ ഒരു നിർവൃതി ആ ജീവിക്കും ഉണ്ടായിട്ടുണ്ടാവണം. സ്നേഹസ്നുതൈ പയോപി, സ്നേഹത്തോടുകൂടി ചുരത്തപ്പെട്ട ലോഭമില്ലാതെ പാല് ചുരത്തിയിട്ട് ത്വാം ഗോവിന്ദനാമ അങ്കിതമഭ്യഷിഞ്ചത്, ഗോവിന്ദൻ എന്ന പേരോട് കൂടിയിട്ട് ഇന്ദ്രൻ അഭിഷേകം ചെയ്തു. അപ്പം ഇന്ദ്രന് സന്തോഷമാവും ചെയ്തു. ഇന്ദ്രോപി ച ജാതഹർഷ, ഭഗവാനെ ബഹുമാനിക്കാനൊരവസരം കിട്ടിയല്ലോ. തെറ്റ് ചെയ്തു എങ്കിലും അതിൽ പശ്ചാത്തപിച്ച് ഭഗവാനോട് അടിയറവ് പറയുകയാണ്. ഐരാവതോപാഹൃത ദിവ്യഗംഗാപാദോപി, തൻ്റെ ആനയായിരിക്കുന്ന ഐരാവതത്തിൽ അതിൻ്റെ തുമ്പിക്കൈയിൽ ആകാശഗംഗ ജലം കൊണ്ടുവന്നിട്ടുണ്ട്. ആദ്യം പാലഭിഷേകം, പിന്നെ ജലം കൊണ്ട് അഭിഷേകം. ക്ഷേത്രത്തിൽ അങ്ങനെയൊക്കെയാണ്. ആദ്യം പാലഭിഷേകവും പിന്നെ പുളിയും അഭിഷേകം ചെയ്യുമ്പോൾ ഗോവിന്ദ 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 എന്ന് പറയണം എന്നാണ്. അഭിഷേകത്തിന് ചേർത്ത് വരുന്ന ഒരു നാമമാണത്. തിരുപ്പതിയിലുണ്ട് ഈ ഗോവിന്ദ ഗോവിന്ദ ഗോവിന്ദ. അതിൻ്റെ നാമങ്ങളൊക്കെ തന്നെ ഉച്ചരിക്കുമ്പോൾ വളരെ ശ്രേയസ്സാണ്. തിരുപ്പതിക്ക് പോകുമ്പോൾ, ഗ്രഹണം ഉണ്ടാവുമ്പോൾ ഒക്കെ ഗോവിന്ദ 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 ഈ നാമം പണ്ട് ഉച്ചരിക്കും. ഇത് പാപശക്തി ഇല്ലാണ്ടേക്കാനും സർവമംഗളങ്ങളും കൊണ്ടുവരുന്ന നാമമാണ് ഗോവിന്ദ നാമ അങ്കിതം അഭ്യഷിഞ്ചത്. അതിൽ ഇന്ദ്രൻ വളരെയേറെ സന്തോഷിച്ചു. ഭഗവാനെ പാലഭിഷേകം കൊണ്ട് കാമധേനുവും ഗംഗാജലം, ആകാശഗംഗ, ആ ജലം ഐരാവതം തുമ്പിക്കൈയിൽ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ഐരാവതോപാഹൃതം, ഉപാഹൃതം കൊണ്ടുവരപ്പെട്ട, ഐരാവതത്താൽ കൊണ്ടുവരപ്പെട്ടതായ ദിവ്യഗംഗാപാദോപി, ആകാശഗംഗ പാദം ജലം, ഗംഗാജലം കൊണ്ട് അഭിഷേകം ചെയ്തു. ഇന്ദ്രോപിച്ച ജാതഹർഷ, ഇന്ദ്രൻ അതിൽ സന്തോഷിക്കുകയും ചെയ്തു. സ്നേഹസ്നുദയിത്വാം, സ്നേഹം കൊണ്ട് ചുരക്കപ്പെട്ട, സുരഭി പയോഭി ഗോവിന്ദനാമ അങ്കിതമഭ്യഷിഞ്ചത് ഐരാവതോപാഹൃത, ഉപാഹൃതം ചേരുമ്പോഴാണ് അതിനകത്ത് ഉപാഹൃതമാണ് വാക്ക്. ഐരാവത പ്ലസ് ഉപാഹൃതം, ഐരാവതോപാഹൃതം. ഐരാവതോപാഹൃത
ദിവ്യഗംഗാപാദോപി ദിവ്യഗംഗാജലം പാദോപി ജലം ഇന്ദ്രോപിച്ച ജാതഹർഷ ജഗത്രേശേ ത്വയി ഗോകുലേശേ തദാഭിഷിക്തേ സതി ഗോപവാട നാകേപി വൈകുണ്ഠപദേപ്യലഭ്യാം ശ്രിയം പ്രഭേദേ ഭഗവത പ്രഭാതാത്. ഗുരുവായൂരപ്പ, ജഗത്രേശേ, 3 ലോകത്തിൻ്റെയും നാഥനായിരിക്കുന്ന നിന്തിരുവടി, തഥാ അഭിഷിക്തേ, അപ്പോൾ അഭിഷേകം ചെയ്യപ്പെട്ടപ്പോൾ, സതി അഭിഷേകം ചെയ്യപ്പെട്ടപ്പോൾ, ആ സന്ദർഭത്തിൽ ഈ സതി അണ്ടർസ്റ്റുഡാണ്. അഭിഷിക്തേ ഗോപവാട ഭവത പ്രഭാവാത്, അങ്ങയുടെ പ്രഭാവം കൊണ്ട് നാകേപി സ്വർഗത്തിലും സാക്ഷാൽ വൈകുണ്ഠത്തിലും ഗോപവാട അമ്പാടി അവിടെ ഉണ്ടായിട്ടുള്ളതായ ശ്രേയസ്, അഭിഷേകം ചെയ്തപ്പോൾ ഉണ്ടായിട്ടുള്ള ശ്രേയസ്, നാകേപി വൈകുണ്ഠപദേപി അലഭ്യം. നാകം സ്വർഗം, നാഗമല്ല കേട്ടോ, നാകം ഉണ്ട്, നാഗം എന്നുണ്ട്. നാഗം വേറെ, നാകം വേറെ. സ്വർഗത്തിലും വൈകുണ്ഠത്തിലും കിട്ടാത്ത ശ്രീ അവിടെ ഉണ്ടായി. വൈകുണ്ഠത്തിലും ഇല്ല അത്രേ. വൈകുണ്ഠത്തിൽ പോലും കൃഷ്ണൻ ഗോകുലത്തിലുണ്ടായിട്ടുള്ള പോയി അഭിഷേകം നടന്നത് കൊണ്ട് അപ്പോൾ ഉണ്ടായ ഒരു ശ്രേയസ്, ഒരു തേജസ്, ശ്രേയസ്, ഐശ്വര്യം, എന്താ പറയേണ്ടത് ശരിയാ, അത് വൈകുണ്ഠത്തിലും ഉണ്ടായില്ല, സ്വർഗത്തിലും ഇല്ല. അപ്പം അതിനേക്കാൾ ശ്രേഷ്ഠമാണ് വൃന്ദാവനശ്രീ അത്രേ അവിടെ വിളങ്ങി. ജഗത്രേശേ, കാരണം എന്താ, ആരാ അഭിഷേകം ചെയ്യപ്പെട്ടിരിക്കണം? ചില്ലറക്കാരനല്ല, 3 ലോകത്തിൻ്റെയും നാഥനാണ്. എല്ലാം സങ്കല്പം കൊണ്ട് സൃഷ്ടിച്ച് സംഹരിച്ച് പോരുന്ന മഹാപുരുഷനായിരിക്കുന്ന കൃഷ്ണൻ, യുഗപുരുഷനായിരിക്കുന്ന കൃഷ്ണൻ, എന്താ പറയേണ്ടത് ശരി, ആ ഭഗവാനാണ് ഇവിടെ അഭിഷിക്തനായിരിക്കുന്നത്. ഏതെങ്കിലും ഒരു എക്സോ വൈയോ സത്യപ്രതിജ്ഞ നടത്തല്ല അത്. അതൊക്കെ ഇപ്പം എന്തുണ്ടാവും, 5 കൊല്ലം കഴിഞ്ഞാൽ ഇറങ്ങിപ്പോണം. അപ്പം അത്തരം ഒരു അധികാരം ഏൽക്കലോ ഏൽപ്പിക്കലോ അല്ല ഇവിടെ നടന്ന. ജഗത്രേശേ തൈ ഗോകുലേശേ തഥാഭിഷിക്തേ സതി ഗോപവാട. അമ്പാടി ഭഗവാൻ അഭിഷേകം ചെയ്യപ്പെട്ടപ്പോൾ നാഗത്തിലും വൈകുണ്ഠത്തിലും, സ്വർഗത്തിലും വൈകുണ്ഠത്തിലും ഇല്ലാത്ത ശ്രീ ഈ വൃന്ദാവനത്തിൽ വന്നു. പല ദിക്കിലും ബ്രഹ്മാവും ഇന്ദ്രനും ഒക്കെ പറയുന്നുണ്ട്, സ്വർഗത്തിലോ ബ്രഹ്മലോകത്തോ കൈലാസത്തിലോ ഇല്ല. കാരണം അവരൊക്കെ ഇപ്പോൾ വൃന്ദാവനത്തിലാണ്, ശിവനും ഇന്ദ്രനും ബ്രഹ്മാവും ഒക്കെ വൃന്ദാവനത്തിലാണ്. കാരണം ഇവിടെയാണ് സാക്ഷാൽ ബ്രഹ്മം വിളങ്ങുന്നത്. ബ്രഹ്മം വിളങ്ങണമെന്നാണല്ലോ ഇവരൊക്കെ ഉണ്ടാവുക, ശിവനും ബ്രഹ്മാവും ഒക്കെ. വൈകുണ്ഠത്തിൽ പോയിട്ട് എന്ത് കാര്യം? വൈകുണ്ഠത്തിൽ ഭഗവാൻ അവിടെ വിളങ്ങണമെന്നേ ഉള്ളൂ. ഈ ലീലകളൊന്നും വൈകുണ്ഠത്തിലുണ്ടായിട്ടില്ല, അവിടെ കിടക്കുക, അത്രയേ ഉള്ളൂ. പല മൂർത്തികൾക്കും പല മനുഷ്യർക്കും അങ്ങനെ ഒരു രസല്യലോഹം തോന്നി. അതുകൊണ്ടാണ് വൈകുണ്ഠത്തിലെ കൃഷ്ണാവതാര ലീലകളെ അവർ വൈകുണ്ഠശായിയായിട്ടുള്ള ഭഗവാനേക്കാൾ ഉത്കൃഷ്ടമായിട്ട് കണ്ടത്. അല്ലെങ്കിൽ നമുക്കിപ്പോൾ അങ്ങനെ പറയാനും പറ്റില്ല, കേൾക്കാനില്ല, പറയാനുമില്ല, കൃഷ്ണാവതാരവും ഇല്ല, കൃഷ്ണലീലകളും ഇല്ല. എന്ത് ശൂന്യത! വല്ല സൗന്ദര്യമുണ്ടോ വൃന്ദാവനത്തിന്, അമ്പാടിക്ക്, മധുരയ്ക്ക്? ഇതൊന്നുമില്ലെങ്കിൽ ആലോചിച്ചു എത്ര ശൂന്യവും. വൈകുണ്ഠമൊന്നുമല്ല. വൃന്ദാവനത്തിൽ ഭഗവാന്റെ ലീലകൾ ആസ്വദിക്കാൻ പഠിച്ചവർക്ക് വൈകുണ്ഠമൊന്നുമല്ല. വൈകുണ്ഠമല്ല, കൈലാസമല്ല, എന്നല്ല. ഭഗവത് ലീലകൾ തന്നെയാണ് മനസ്സിനെ അവിടേക്ക് എത്തിക്കാൻ പര്യാപ്തം. ധ്യാനോ യോഗോ സമാധിയോ ഒന്നുമല്ല. ഇവിടെ ഒന്നും സാധാരണക്കാർക്കൊന്നും പെട്ടെന്ന് അങ്ങനെ ആവാൻ പറ്റില്ല. പക്ഷേ ഈശ്വര കഥകളെ കൊണ്ട് വളരെ വേഗം അവരുടെ മനസ്സ് ആർദ്രമാവുന്നു, ഭഗവാനുമായിട്ട് ഒന്നായിട്ട് തീരുന്നു. അതുതന്നെയാണ് ഭഗവത് ലീലകളുടെ ശക്തി. കൊണ്ടിവിടെ വൈകുണ്ഠാവനമാണ് വൈകുണ്ഠത്തേക്കാൾ, സ്വർഗത്തേക്കാൾ അല്ലയോ ഭഗവാനെ ശോഭിച്ചത്. കഥാചിദന്തർയമുനം പ്രഭാതേ സ്നായൻ പിതാ വാരുണപൂരുഷേണ നീതസ്തമാനേതു മകാപുരീം ത്വം
താം വാരുണീങ്കാരണമർത്യരൂപഞ്ഞി വേറൊരു കഥ. 5-ാമത്തെ ശ്ലോകത്തോടു കൂട്ടി അത് കഴിഞ്ഞു. ഇന്ദ്രൻ്റെയും ഗോവിന്ദൻ്റെയും അഭിഷേകമൊക്കെ ആയിട്ട് കഴിഞ്ഞു. അവിടെ അവസാനിപ്പിച്ചു 5-ാമത്തെ ശ്ലോകത്തിൽ. ഇനി 6-ാമത് വേറൊരു ലീലയിലേക്കാണ് കടക്കണം. വരുണനെ വിജയിച്ചത്. ഒരിക്കലും നന്ദഗോപർ കുറച്ച് സമയം തെറ്റി കുളിക്കാൻ പോയി. കുളിക്കുക എന്ന് പറഞ്ഞാൽ സന്ധ്യയ്ക്ക് മുമ്പേ കുളിക്കണം. 6 മണി കഴിഞ്ഞാൽ പിന്നെ കുളി പോലും പാടില്ല. പണ്ട് നിയമം വസ്ത്രം അടിച്ച് കഴുകരുത്. ആ ശബ്ദങ്ങളൊക്കെ നെഗറ്റീവ് എഫക്ട്സാണ് ഉണ്ടാക്കുക. ശബ്ദങ്ങൾക്ക് ബലം ഉണ്ടെന്ന് വിശ്വസിക്കുന്നവരാണല്ലോ നമ്മൾ. കൈയടിച്ചാൽ നമ്മൾ ശ്രാദ്ധത്തിന് കൈയടിക്കും ഇല്ലേ? പിതൃക്കളെ വിളിക്കുക, കാക്ക വരിക എന്നുള്ള സങ്കല്പം. അപ്പോൾ ദേവ സന്നിധിയിൽ കൈയടിക്കാൻ പാടുമോ? ഉത്തരം നിങ്ങൾ പറഞ്ഞാൽ മതി. അതുകൊണ്ട് ഈ അമ്പലത്തിൽ മാത്രം നിങ്ങൾ എന്ത് ചെയ്യുക? കൈയടിക്കരുത്. പ്രസിദ്ധ ശാസ്ത്രജ്ഞനായിട്ടുള്ള മാധവ്ജി പറഞ്ഞിട്ടാണ് ഞാൻ അറിയുന്നത്. എൻ്റെ അഭിപ്രായം അല്ല അത്, വിചാരിക്കേണ്ട കാര്യം. മാധവ്ജി മരിച്ചുപോയി. അദ്ദേഹം വലിയൊരു ശാസ്ത്രജ്ഞനായിരുന്നു, ക്ഷേത്രശാസ്ത്രജ്ഞനായിരുന്നു. അദ്ദേഹം പറയും കൈയടിക്കരുത്. മീറ്റിങ്ങിൽ കൈയടിക്കാം, സ്കൂളിൽ കൈയടിക്കാം. പക്ഷെ ഒരു ക്ഷേത്ര അങ്കണത്തിൽ കൈയടിച്ചാൽ അവിടെ പിതൃക്കളുടെ സാന്നിധ്യം, പിതൃക്കളും ദേവകാര്യവും രണ്ടും രണ്ടാണ്. പിതൃകാര്യത്തിന് കിണ്ടിയുടെ മുരലും നിലവിളക്കിൻ്റെ ദീപം തെക്കോട്ട് വയ്ക്കാം. അല്ലാത്തപ്പോൾ തെക്കോട്ട് വിളക്ക് വയ്ക്കുമോ? നമ്മൾ കിണ്ടിയുടെ മുരൽ തെക്കോട്ട് വയ്ക്കുമോ? സാധാരണ വയ്ക്കില്ല. അതുപോലെ പിതൃക്കൾക്ക് കൈയടിക്കാം, ദേവകാര്യങ്ങൾക്ക് കൈ അടിക്കരുത്. അപ്പോൾ ഒരു ശബ്ദം എവിടെയൊക്കെ എങ്ങനെയൊക്കെ പ്രയോഗിക്കാം എന്നുള്ളതിന് പണ്ടൊക്കെ നിബന്ധനയുണ്ട്. അതാണ് വസ്ത്രം അടിച്ചിട്ട് രാത്രി കഴുകിയാൽ ചീത്ത ഫലം ഉണ്ടാവും. അപ്പോൾ സമയം മാറിയിട്ട് കൊണ്ടുപോയപ്പോൾ വരുണൻ്റെ ആൾക്കാർ നന്ദഗോപരെ കൊണ്ടുപോയി. സ്നായൻ പിതാവ് അരുണപൂരുഷേണ നീത. ഇവിടെ ആശയം മുഴുവനാണത്. സ്നായൻ കുളിച്ചു, അച്ഛൻ കുളിച്ചു, സമയം മാറി യമുനാദിയിൽ കുളിക്കാൻ പോയി, നേരം വൈകിയിരിക്കണു. അപ്പോൾ വരുണൻ്റെ ആൾക്കാർ എന്ത്? നീത വാക്കിൻ്റെ അർത്ഥം കൊണ്ടുപോയി, പിടിച്ചാണ് കൊണ്ടുപോയി. അവർക്കിപ്പോൾ ഭഗവാന്റെ അച്ഛനാണെന്ന് ചിലപ്പോൾ മനസ്സിലായിട്ടുണ്ടാവില്ല. ഭൃത്യരാണ്, വരുണനല്ലല്ലോ. വരുണൻ്റെ ഭൃത്യർക്ക് ആളെ മനസ്സിലാവാണ്ട് ചെയ്തതാണെന്നാണ് പിന്നെ നോക്കുമ്പോൾ കഥയിൽ നിന്ന് മനസ്സിലാവണം. ആരോ കുളിക്കാനിറങ്ങി, അവർ കൊണ്ടുപോയി, സമയം മാറിയതുകൊണ്ട്. തം ആനേതുമാക പുരീത്വം താം വാരുണീം കാരുണമർത്യരൂപ. അച്ഛനെ കൊണ്ടുവരാണ്ട് പറ്റില്ലല്ലോ. എവിടെ പോയാലും ഭഗവാൻ കൊണ്ടുവരും. അത് മക്കളുടെ കടമയാണ്. നദിയിലേക്കാണ്ട് ഇറങ്ങി, സംശയമൊന്നും ഉണ്ടായില്ല. തം ആനേതും കൊണ്ടുവരാനായി കൊണ്ട് താം വാരുണീം കാരണമർത്യരൂപ. കാരണമർത്യ സ്വരൂപത്തെ സ്വീകരിച്ച്, കൃഷ്ണൻ മനുഷ്യരൂപമാണ്, വരുണൻ്റെ രാജധാനിയിലേക്ക് പോയി. അച്ഛനെ അന്വേഷിച്ച് അവിടേക്ക് ആവുമെന്നറിയാം. ഭഗവാൻ അറിയാത്ത കാര്യമില്ലല്ലോ. മിക്കവാറും വരുണ ലോകത്തേക്ക് ആയിരിക്കണം അച്ഛൻ പോയിട്ടുണ്ടാവുക എന്നും പറഞ്ഞ് കഥാചിത് അന്തർയമുനം പ്രഭാതേ സ്നായൻ. പ്രഭാതേ 2:30-ഒക്കെയാണ് കുളിക്കാൻ പോയിട്ടുണ്ടാവും. നേരത്തെ, അത്യധികം നേരത്തെ കുളിക്കാൻ പാടില്ല, കഴുകാനും പാടില്ല. നമ്മുടെ നിയമം അങ്ങനെയാണ്. 9 മണിക്കും 10 മണിക്കൊന്നുമല്ല കുളിക്കുക. രാവിലെ 6 മണിക്കോ 5 മണിക്കൊക്കെ കുളിക്കുക. 2:30-ക്കും 2 മണിക്കൊക്കെ രാത്രി, അപ്പോൾ കുളിക്കാൻ പാടില്ല. സ്നായൻ പിതാവ് അരുണപൂരുഷേണ നീത. നീത കൊണ്ടുപോകപ്പെട്ടു. തം ആനേതു മകാപുരീത്വം. പുരി വരുണപുരി. വരുണപുരിയിലേക്ക് കൃഷ്ണ അങ്ങ് പോയി. അങ്ങേക്ക് എവിടെ എത്തിക്കൂടാത്ത വിഷമമുണ്ടോ? പാസ്പോർട്ടും വേണ്ട, വിമാനവും വേണ്ട, വാഹനവും വേണ്ട, ഒന്നും വേണ്ട. വിചാരിച്ചാൽ അവിടേക്കാണ് എത്തുകയാണ്. താം വാരുണീം കാരണമർത്യരൂപ. അതിനെ കൊണ്ടുവരാനായിട്ട് പോയി. കൊണ്ടുവരേണ്ട വിഷയങ്ങളൊക്കെയാണ് അടുത്ത ശ്ലോകങ്ങൾ. ശുഭദിന ആശംസകളോടുകൂടി നിർത്തുന്നു. നമസ്കാരം.